കൊട്ടാരക്കര മുൻ എം.എൽ.എ. ഐഷ പോറ്റി ബി.ജെ.പി. നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നതായി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻ. ഈശ്വരവിശ്വാസിയായിരുന്ന ഐഷ പോറ്റിയെ പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബി.ജെ.പിയുമായി ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുറത്തുവിടുമെന്നും വൈക്കൽ സോമൻ പറഞ്ഞു. അല്ല, ഇതൊരു ഒഴുക്കാണ്. ബി.ജെ.പിയിലേക്ക് ഐഷ പോറ്റി, ഞങ്ങൾ വരും കാലങ്ങളിൽ ഐഷ പോറ്റി ബി.ജെ.പിയുടെ നേതാവുമായിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ഫോട്ടോസ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അത് നമുക്ക് വരുമ്പോൾ ഞങ്ങൾ കാണാം. ഇലക്ഷൻ സമയമാവട്ടെ. ഈശ്വര വിശ്വാസിയായിരുന്നിട്ടുള്ള ഐഷ പോറ്റി, ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഐഷ പോറ്റി പിന്നീട് നിരീശ്വരവാദിയാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പോറ്റി എന്ന പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് ഐഷ വക്കീൽ പറഞ്ഞത്. ഇവിടെ എൻ്റെ അച്ഛൻ ഐഷ എന്നായിട്ട് എനിക്ക് പോറ്റി എന്നുള്ള പേര് തന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പേരിടിയിൽ കർമ്മം വരെ നിർവഹിക്കുന്ന വർഗീയമായി ജാതീയമായിട്ടുള്ള ചേരുതിരിവിന് വേണ്ടി അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഐഷ പോറ്റി ചർച്ച നടത്തി ഷാൾ സ്വീകരിച്ചിട്ടുള്ള ഫോട്ടോ വരുന്ന 2 ഇലക്ഷൻ ടൈമിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. ബി.ജെ.പി. ആയിട്ട് ചർച്ച നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ആയമ്മ പറയേണ്ടി വരും. അതിനുള്ള പ്രൂഫ് ഞങ്ങളുടെ കുറിച്ചുണ്ട്, ഞങ്ങൾ പറയാം. അത് അലസിയ കാര്യങ്ങളൊക്കെ ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഫോട്ടോ ഇറക്കാം, ഇത് എവിടെയാണ് ചർച്ച നടത്തിയെന്ന്. ഇതുപോലെ നിങ്ങൾക്കൊരു വിരുന്ന് നമ്മൾ ഒരുക്കുന്നുണ്ട്. വിനീഷ് കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരും. വിനീഷ്, ഇതിപ്പോൾ ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിന്റെ ഭാഗമാകുന്നു, കൊട്ടാരക്കരയിൽ മത്സരിക്കും എന്ന് മനസ്സിലാകുന്നു. ഇതിനിടയിൽ നേരത്തെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രശ്മി BJPയുടെ ഭാഗമാകുന്നു, അവരായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണോ ഈ ഒരു വിവാദത്തിലേക്ക് വീണ്ടും BJP മറ്റൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്? തീർച്ചയായും ഇത് മുൻ MLA ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നതും, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മുന്നംഗം രശ്മി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മാറിയതോടെ ഈ സംഭവങ്ങളെല്ലാം തന്നെ കൊട്ടാരക്കരയിൽ വലിയ ഒരു രാഷ്ട്രീയ കലങ്ങി മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ഈ BJPയുടെ ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമന്റെ ഒരു പരാമർശമാണ് നമ്മളിപ്പോ കണ്ടത്. ഇത് കൊട്ടാരക്കര MLA ഐഷ പോറ്റി BJP നേതാക്കളുമായി ചർച്ച നടത്തുന്നതായിരുന്നു പ്രധാനമായും ആരോപിക്കുന്നത്. അതുപോലെ